ജാതകം നോക്കി നല്ല ചേർച്ചയുണ്ട്. ആ റാലിയൊക്കെ കഴിഞ്ഞ് ബാലൻ എപ്പോഴാടാ വരിക? ഒന്നും പറഞ്ഞില്ല. അവനാ മൂത്ത സന്താനം, അവന്റെ ഇളയതാ മോള്. ഇവൻ ഹരി MBBS പഠിക്കുന്നു. പയ്യന്റെ അച്ഛൻ എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഇവൻ ONGCയിൽ എഞ്ചിനീയർ ആകും മുമ്പായിരുന്നു മൂത്ത മോളുടെ കല്യാണം. ആ വകയിൽ ഇത്തിരി ബാധ്യത ബാക്കി കിടപ്പുണ്ട്. ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന വീടും പറമ്പും അവളുടെ പേരിൽ എഴുതി വെച്ചിരിക്കുക. അതൊന്ന് തിരിച്ചെഴുതിക്കണം. അടുത്ത മാസം എഴുതിയില്ലെങ്കിൽ അത് വിറ്റ് കളയുമെന്നാ മരുമോന്റെ ഭീഷണി. ഒരു 15 ലക്ഷം കൊടുക്കേണ്ടി വരും. അതിനെന്താ, ചാരിമോളുടെ പേരിൽ 20 ലക്ഷം രൂപ 5 കൊല്ലായിട്ട് ബാങ്കിൽ ഇട്ടിരിക്കുക. കമ്പനിയുടെ ഒരാവശ്യത്തിനും അതിന് പണം എടുത്തിട്ടില്ല. എപ്പ വേണമെങ്കിൽ എടുക്കാം. ആ വേണ്ടപ്പോ പറയാം. മോളെ കണ്ടില്ലല്ലോ. ആ വിളിക്കാം. എന്തിനാ അമ്മേ എത്ര പ്രാവശ്യമായി നാടകം? ഇനിയും ഞാൻ വേഷം കെട്ടി നിൽക്കണോ? ഈ കല്യാണവും നടക്കില്ലെന്നറിയാം. എനിക്ക് മടുത്തമ്മേ. മോളെ, ചൊവ്വാദോഷം മറച്ചു വെച്ചൊരു കല്യാണം നടത്താൻ മനസ്സനുവദിക്കാൻ ഞാൻ ആരെ വഞ്ചിച്ചാലും സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കാനാവോ? മോളുവാ. ഈ ബന്ധം ഞങ്ങൾക്ക് ഇഷ്ടമാ. മൂത്ത മകനും കൂടി ഉള്ളൊരു ദിവസം ഞങ്ങൾ വരാം. അന്ന് തീയതി ഉറപ്പിക്കാം. എന്തായാലും അടുത്ത ബുധനാഴ്ച വരും. അന്ന് രേണുവിന്റെ പിറന്നാളാ. Many happy returns of the day. Thank you. Happy birthday. എപ്പോഴും ഇങ്ങനെ ബാലേട്ടൻ വെറുതെ ടെൻഷൻ അടുപ്പിക്കും. ഇന്നലെ രാത്രി കൂടി ഫോൺ ചെയ്തതാ ഷാർപ്പ് 9 എത്തുമെന്ന്. ഇപ്പൊ ദേ മണി 10 വിളിച്ചോണ്ട് വരാൻ പോയ ശിവേട്ടനെയും കാണുന്നില്ല. ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങൾ എത്തണ്ടേ രേണു? ഈ പറഞ്ഞ ഒരു കാര്യം പറയട്ടെ. പാന്ന് ബാംഗ്ലൂർ വെച്ച് കാർ റാലി നടക്കുമ്പോ ഫസ്റ്റ് കിട്ടാനുള്ള ആക്രാന്തത്തിനിടയിൽ അച്ഛൻ പേടിക്കണ്ട. എന്താ ഇതൊക്കെ? അതെ, ഈ വിദ്യ പ്രയോഗിച്ചതുകൊണ്ടാ ഇപ്പോഴെങ്കിലും ഇങ്ങ് വന്ന് പറ്റിയത്. കർണാടക ബോർഡർ കഴിഞ്ഞപ്പോ അവിടെ മലബാർ മേഖലയിൽ ഒരു മിന്നൽ ബന്ദ്. ഒറ്റ വണ്ടിയും വിടില്ല. ഞാൻ പിന്നെ ജീവനുള്ളവരെ വഴി തടയും. പക്ഷെ ശവത്തിന് മാത്രം ഒരു പ്രിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയ ബുദ്ധിയാ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? നന്നായി. പ്രവാസത്തിൽ കൂടുന്നുണ്ട്. അഭിനന്ദിക്കാനുള്ളതിന് അല്ലച്ചാ, ഇതിന്റെ പുറത്ത് ഈ കേക്കിന്റെ പ്രായോജകർ KM ഗാർമെന്റ്സ് എക്സ്പോർട്ടേഷൻ എഴുതി വെച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന് ഒരു പരസ്യമാവുമായിരുന്നല്ലോ. നീ മുറിക്കണോ? എല്ലാ കൊല്ലവും അച്ഛനും മോളും കൂടി അല്ലേ മുറിക്കുന്നത്. ഇനി ആ പതിവ് തെറ്റിക്കണ്ട. നട്ടുച്ചയ്ക്ക് കോട്ടുവിട്ടോണ്ട് കിടന്ന് ഉറങ്ങാണോ? രക്ഷപ്പെടണമെങ്കിൽ ഊണിലും ഉറക്കത്തിലും പ്രൊഫഷനെ കുറിച്ച് മാത്രം വിചാരം വേണമെന്നാണ് സീനിയർ പറഞ്ഞിരിക്കുന്നത്. എങ്കിലേ സീനിയർ പറയാത്ത ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ആദ്യം നിന്റെ ഈ മരത്തല ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കണം. എന്നാലേ പ്രൊഫഷനിൽ ഒരു പുള്ളിയും കിട്ടും. ഇല്ലടാ, എന്നാലും കര പിടിക്കില്ല. അതിനെ കരള് വെള്ളമാക്കി പരിശ്രമിക്കണം. ഇനി അങ്ങനെ പരിശ്രമിക്കണമെന്നാ. എടോ ശവം. ശവമല്ല ശിവം. രണ്ടും കണക്കാ. എടോ താനൊരാണ്. എനിക്കിപ്പോ അതിൽ സംശയമുണ്ട് സാർ. താൻ എന്റെ ഓഫീസിൽ കയറിയിട്ട് കൊല്ലം എത്രയായി? ഇതുവരെ ഒറ്റ കേസ് താൻ പിടിച്ചു തന്നിട്ടുണ്ടോ? ഇപ്പൊ കേരളത്തിൽ കേസിന്റെ സീസണാ. ഓരോ ജൂനിയേഴ്സ് കേസ് പിടിക്കുന്നത് കണ്ടാ നമുക്ക് കൊതി തോന്നും. ഞാനൊരു ദിവസം കേസ് പിടിക്കും സാർ. താൻ പഠിക്കും. കേസ് പിടിക്കാൻ ആണുങ്ങളെ കൊണ്ടേ പറ്റൂ. അല്ല സാർ, ഇവനെ കൊണ്ട് പറ്റിയാലോ? നടക്കുകയല്ല. കൗവീനത്തിന് കസവ് വെച്ചതുപോലെ കോട്ട് സൂട്ട് ഇട്ടോണ്ട് ഇങ്ങനെ വിലസാനെ അവന് കഴിയൂ.
ഞാൻ കൊള്ളാം എത്ര കണ്ടതാ. നീ ധൈര്യമായിരിക്കും. നീ ഇത് എവിടെയായിരുന്നു? രാവിലെ അച്ഛൻ ഡൽഹിക്ക് പോവാ. ഒരുപാട് കാര്യങ്ങൾ നിന്നെ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ടായിരുന്നു. എന്താ ബാല നിന്റെ ഉദ്ദേശം? കാർ റാലിയും ഈ വായ്നോട്ടവും കൊണ്ട് ജീവിക്കാൻ പോവാണോ? നിന്റെ പ്രായത്തിൽ 10 കുടുംബത്തിന് ജീവിക്കാനുള്ള സമ്പത്ത് ഞാൻ ഉണ്ടാക്കുമായിരുന്നു. നിങ്ങളെയൊക്കെ ലാളിച്ച് ചീത്തയാക്കിയോന്നാ എന്റെ സംശയം. ഇനിയെങ്കിലും നീ കുറച്ച് സീരിയസ് ആവാൻ നോക്ക്. നോക്കാച്ചാ, ഞാനും ഇന്നലെ മുതലേ അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചോണ്ടിരിക്കുക. ഡോണ്ട് ബി ഫൂളിഷ്. ആ, മോളുടെ കല്യാണത്തിന്റെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാധവൻ നായരോട് ചോദിച്ചിട്ടേ ചെയ്യാവൂ. ഞാൻ തിരിച്ചു വരുന്നത് വരെ നീ ഇവിടെ തന്നെ കാണുകയും വേണം. ശരി. ഹലോ, ഞാൻ മാധവനാ. ആ, തന്റെ കാര്യം പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ. ആ, മാധവൻ നായർ വിളിച്ചു നന്നായി. ബാങ്കിൽ നിന്ന് മാനേജർ വിളിച്ചിരുന്നു. നമ്മളെ ഓടിയെടുത്തില്ലേ 50 ലക്ഷം, അത് നാളെ തന്നെ അടയ്ക്കണം. നാളെ അടച്ചേക്കാം. ആ, അത്രയും പണം ഇപ്പൊ ക്യാഷിലുണ്ട്. ആ, പിന്നെ താൻ ഇവിടുത്തെ കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇല്ല, പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. ഡൽഹിയിൽ എത്തിയ ഉടനെ ഞാൻ വിളിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ, ആ, വാ വാ. എങ്ങനെയുണ്ട് പുതിയ ലാവണം? പരമ ബോറ്. എനിക്ക് തീരെ പറ്റാത്ത പണിയാണ്. ഇപ്പോഴാ അച്ഛന്റെ കഴിവ് മനസ്സിലാകുന്നത്. ബിസിനസിന്റെ ചുക്കും ചുണ്ണാമ്പ് അറിഞ്ഞൂടാത്ത ഞാൻ ഇവിടെ ഒരു മിസ്ഫിറ്റാ. ഏയ്, ഒരു കാർ റാലിയിൽ പങ്കെടുക്കുന്ന മത്സര ബുദ്ധിയോടെ നീ ബിസിനസ്സിൽ ഇറങ്ങിയാൽ വിജയിക്കും. പിന്നെ ഞാൻ വന്നത്, എനിക്കറിയാം നിന്റെ കാര്യം ഞാൻ അങ്കിളിന്റെ അടുത്ത് പ്രസന്റ് ചെയ്യാം. വാ. ഓ ആ, ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ രമേശന്റെ കയ്യിൽ കൊടുത്തയക്കാം. അതെ, അത് എന്റെ അളിയൻ തന്നെയാ. അവൻ ഇപ്പൊ ഇവിടുത്തെ അക്കൗണ്ട്സ് മാനേജരാ. ആ, ശരി. ആ, എന്നാ രമേശൻ പൊക്കോളൂ. ആ, പറയൂ. നമ്മുടെ കൊച്ചീഷൻ സാറിന്റെ കാലാവധി ഇന്നലെ അവസാനിച്ചു. അതിലെന്താ ഇത്ര പുതുമ? എത്രയോ തവണ കാലാവധി അവസാനിക്കുകയും പുതുക്കുകയും ചെയ്തിട്ടുള്ളതാ. ഇത്തവണ കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ ഇവനായിക്കോട്ടെ അങ്കിൾ. പിന്നെന്താ, നാട്ടിലെ വക്കീലന്മാരൊക്കെ ചത്തുപോയിട്ട് പോരെ. ബാലൻ ഉറപ്പിച്ചു പറഞ്ഞിട്ടാ ഞാൻ സീനിയറിന്റെ കൂടെ പ്രാക്ടീസ് അവസാനിപ്പിച്ചു. ഉം. ഇവനിപ്പോ ഇത്തിരി കഷ്ടത്തിലാ. ആളും എടുക്കനാ. ഒരു അവസരം കൊടുത്താൽ കമ്പനി വേഗം കുളം തോണ്ടി കിട്ടും. ബാലേന്ദ്ര, കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് വളരെ പ്രധാന. അല്ലെങ്കിൽ ബിസിനസ്സിൽ ഞാൻ മുഖം നോക്കാറില്ല. സൗഹൃദം വേറെ, കമ്പനി വേറെ. ഞാൻ പറഞ്ഞത് തനിക്ക് മനസ്സിലായില്ലേ? ഇനി ഈ കാര്യം പറഞ്ഞ് ബാലനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. അങ്കിൾ, ബാല, ഞാൻ പറയണേല് കാര്യണ്ട്. ചെല്ല് ചെല്ല് ചെല്ല്. ഇപ്പൊ അങ്കിള് പറയുന്നതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. അല്ല ശിവ, നിനക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസ് തുടങ്ങിയാൽ എന്താ? സ്വന്തമായിട്ടൊരു ഓഫീസ് സെറ്റപ്പ് ഒക്കെ ഉണ്ടാകാന്ന് വെച്ചാ അതിന് ഒരുപാട് പണം വേണ്ടി വരും. അത്രയല്ലേ ഉള്ളൂ. ക്യാഷ് എത്രന്ന് വെച്ചാൽ ഞാൻ തരാം. പോരെ? ധൈര്യമായിരിക്കടാ. എക്സ്ക്യൂസ് മീ, എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. ഇതെന്താ ഇത്? അച്ഛനുള്ളപ്പോ ഒരു ലീഗൽ നോട്ടീസ് ഈ കമ്പനിയിൽ വന്നിട്ടില്ല. ഇത് എത്രയും പെട്ടെന്ന് ബാങ്കിൽ അടയ്ക്കണം. 50 lakhs വിത്ത് ഇൻട്രസ്റ്റ്. അത് ക്യാഷ് ബാലൻസ് ഇല്ല. പിന്നെ പെങ്ങടെ കല്യാണത്തിന് ഇട്ടിരിക്കുന്ന 20 lakhs. അതെടുക്കണ്ട. വേറെ പണമില്ലേ? അച്ഛൻ മരിക്കുമ്പോ ഓവർ ഡ്രാഫ്റ്റ് അടയ്ക്കാനുള്ള പണം ഉണ്ടായിരുന്നല്ലോ. അത് ലണ്ടൻ എക്സ്പോർട്ടിന് ഇൻവെസ്റ്റ് ചെയ്തു. ലണ്ടൻ എക്സ്പോർട്ടോ? ആര് പറഞ്ഞിട്ട്? അളിയൻ പറഞ്ഞു, ഞാൻ ചെയ്തു. എന്നോടാരും പറഞ്ഞില്ല. ഇത്രയും വലിയ തുകയ്ക്കുള്ള എക്സ്പോർട്ട് ഒറ്റയടിക്ക് പറഞ്ഞാൽ സാറ് പേടിച്ചു പോകുമെന്ന് അളിയൻ പറഞ്ഞു. രമേശൻ, ഓവർ സ്മാർട്ട് ആയത്. എനിക്കറിയാം ഇത് തന്റെ ബ്രെയിൻ ആണ്. ഈ കമ്പനിയിൽ തൽക്കാലം 2 മുതലാളിമാര് മതി. യു ക്യാൻ ഗോ. സർ, ഇതെന്ത് പണിയാങ്കിലേ? ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് അടയ്ക്കേണ്ട പണം എന്തിനാ എക്സ്പോർട്ടിൽ ഇട്ടത്? മോനെ ബാല, ഓവർ ഡ്രാഫ്റ്റിലുള്ള പണം എക്സ്പോർട്ട് ബിസിനസ്സിൽ ഇട്ടാൽ ബാങ്കിൽ കൊടുക്കാനുള്ള പലിശയേക്കാൾ ലാഭം കിട്ടും. ലണ്ടനിലേക്ക് 1.5 കോടി രൂപയുടെ സാധനം അയച്ചിരിക്കുന്നത്. നമ്മുടെ കൊച്ചു കമ്പനി ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഇറങ്ങാന്ന് വെച്ചാൽ അത് ചില്ലറ കാര്യ. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ആരും അറിയിച്ചതുമില്ല. എന്റെ ബാല, ഇത് നിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴേ തീരുമാനിച്ചിട്ടുള്ള പ്രൊജക്റ്റാ. ബാലൻ ഇപ്പോഴും കാറാലി ആയിട്ടാണ് ബിസിനസിനെ കാണുന്നത്. മോഡേൺ മാനേജ്മെന്റിൽ ക്വിക്ക് ഡിസിഷൻ വേണം. ഇത് ഫാസ്റ്റ് ആയിട്ടുള്ള സൊസൈറ്റിയാ. നീ നോക്കിക്കോ, ഈ ലണ്ടൻ എക്സ്പോർട്ട് കൊണ്ട് നമ്മുടെ കമ്പനി ലോക കമ്പോളം പിടിച്ചെടുക്കും.
അപ്പോ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ബാലന്റെ അച്ഛന്റെ ആത്മാവായിരിക്കും. ഓക്കെ, നിന്നെ ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല. ആന്താ സീക്ക് അങ്ങനെ? നീ ഇപ്പൊ കമ്പനിയുടെ സ്വന്തം ആളായില്ലേ? ഞാൻ അതുപോലെയാണോ? മേനോന്റെ ഭാഷയിൽ ദി മോസ്റ്റ് ഡേഞ്ചറസ് ക്രിമിനൽ. ആ ബാലൻ എങ്ങനെ? ഒരു നിർഗുണ പരബ്രഹ്മം എല്ലാ ആളെയും തീരുമാനിക്കും. താനെന്താ ആലോചിക്കുന്നത്? വെറും 3 ലക്ഷം രൂപയ്ക്ക് വേണ്ടി എല്ല് പഞ്ഞിയാക്കും വരെ ഇടിപ്പിച്ചില്ലേ ആ മേനോൻ? അവന്റെ കുടുംബം ഞാൻ കുളം തോണ്ടും. ഒരുപാട് കനലുകൾ എന്റെ മനസ്സിൽ അണയാതെ കിടക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ബാങ്കിൽ ക്രെഡിറ്റ് ആയ 30 ലക്ഷം അന്ന് തന്നെ പിൻവലിച്ചു. എന്തിന്? പുതിയൊരു ദുബായ് എക്സ്പോർട്ടിന് വേണ്ടി. നിന്റെ അമ്മായിയപ്പൻ ദുബായിലുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. ചെക്കൊപ്പിട്ട് തളീന. കമ്പനിയുടെ പണം കൊണ്ട് നീ നിന്റെ അളിയനും കൂടി പുതിയ പറമ്പും കെട്ടിടവും വാങ്ങിച്ചു. അതും അളിയന്റെ സ്വന്തം പേരിൽ. പുതിയ കമ്പനി തുടങ്ങാനാവും. അളിയൻ ഇപ്പൊ വാങ്ങണമെന്ന് തോന്നി വാങ്ങി. അങ്ങേര് ഇത്രയും കാലം ഈ കമ്പനിക്ക് വേണ്ടി ഒരുപാട് ചോര നീരാക്കിയതാ. അല്ല, നിന്റെ അച്ഛനെ പോലെ ഈ കമ്പനി നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്താ പ്രശ്നം? കമ്പനിക്കാരത്തെ അളിയൻ പറയുന്നൊന്നും ഞാൻ അനുസരിക്കരുതെന്ന്. മാധവൻ നായരെ ചവിട്ടിത്താക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല. നീ വാ, ചോറെടുത്ത് വെച്ചിരിക്കുന്നു. വല്ലാത്ത തലവേദന. അമ്മ കഴിച്ചു കിടന്നോളൂ. ഓരോ തലവനെ നീ വരുത്തി വെക്കുകയല്ലേ? മാധവൻ നായർ വിളിച്ചിരുന്നു കമ്പനിയിലെ നിന്റെ തോന്നിവാസങ്ങളെ കുറിച്ച് പറയാൻ. മാധവൻ നായർ തല്ലിയ എനിക്ക് നിന്റെ അച്ഛൻ തല്ലിയതുപോലെയാ. എന്നാലും പെട്ടതല്ലേ ഞാൻ. എന്തെങ്കിലും വന്നാ ചോദിക്കാൻ ഇപ്പൊ അച്ഛൻ പോലും ഇല്ല. അയ്യോ അമ്മ, അതിന് മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. എങ്കിൽ നല്ലത്. നാളെ മാധവൻ നായർ കമ്പനിയിൽ വരും. എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ നീ പെരുമാറണം. Garments for ladies sent to London by KM exporters confiscated by the British government. License of the company cancelled by the government of India. Substandard quality vulnerable to fire. സാറ് പറഞ്ഞേച്ചാണെന്ന് പറഞ്ഞപ്പോ അപ്പൊ ഇൻകം ടാക്സ് ഓഫീസർ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അതാണ് മാധവൻ നായർ ഇയാളിപ്പോ ഇൻകം ടാക്സ് കൊട്ടിഘോഷിച്ചില്ലേ അളിയനും കൂടി അന്താരാഷ്ട്ര കമ്പോളം വെട്ടിപ്പിടിക്കുമെന്ന്. ലണ്ടനിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത തുണിത്തരങ്ങൾ മുഴുവൻ സർക്കാർ പിടിച്ചെടുത്തു. ലോ ക്വാളിറ്റി. ആ വസ്ത്രം പെൺകുട്ടികൾ ധരിച്ചാൽ അവരുടെ വസ്ത്രത്തിന് തീ പിടിക്കുമെന്ന്. നമ്മുടെ എക്സ്പോർട്ട് ലൈസൻസ് പോയി കിട്ടി. മാധവൻ നായർക്ക് തൃപ്തിയായല്ലോ. രൂപ 1 2 അല്ല 1.5 കോടിയാ പോയത്. ബാല, നമ്മൾ അയച്ചത് ഫസ്റ്റ് ക്വാളിറ്റി തുണിയാ. അതിന് തീ പിടിക്കില്ല. ഇത് ആരോ തെറ്റിദ്ധാരണ പറഞ്ഞ് പരത്തിയതാ. നമുക്ക് ബ്രിട്ടീഷ് സർക്കാരിനെ കൺവിൻസ് ചെയ്താൽ ആ തുണി മുഴുവൻ തിരിച്ചു കിട്ടും. അതിനുള്ള ബുദ്ധിയുണ്ടോ 10ാം ക്ലാസ് പാസ്സാകാത്ത മാധവൻ നായർക്ക്? ഇരുമ്പ് പാര വിഴുങ്ങിട്ട് ഇഞ്ചിച്ചാറ് കുടിച്ചാൽ മതിയാവോ? മധ്യപ്രദേശിലെ ഏതോ തുണിമില്ലിൽ ചണ്ടിയായിട്ട് കെട്ടിക്കിടന്ന പീര തുണിയൊക്കെ കെട്ടിപ്പറക്കി ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലിയും കൊടുത്ത് കയറ്റുമതി ചെയ്തു. അളിയനും കൂടെ ലാഭം കൊയ്യാൻ. ബാല, നീ ബഹളം വെച്ച് ഇത് പുറത്തറിയിക്കരുത്. ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. മോഡേൺ മാനേജ്മെന്റിൽ ക്വിക്ക് ഡിസിഷൻ വേണം. സൊസൈറ്റി ഫാസ്റ്റ് ആവുന്നു. എന്തായിരുന്നു ബുദ്ധിരാക്ഷസന്റെ ഒരു പെർഫോമൻസ്? എന്റെ അച്ഛൻ വളർത്തി വലുതാക്കിയ കമ്പനി നിങ്ങളായിട്ട് തച്ച് തകർത്തു. മതി, നിർത്ത്. ബിസിനസ്സിൽ ഇതൊക്കെ പതിവാ. 1.5 കോടിയുടെ നഷ്ടം പതിവാണ് പോലും. ഈ കമ്പനി മുഴുവൻ എഴുതി വിറ്റാലും എക്സ്പോർട്ടിന്റെ കടം തീരുമോ? ഇനി നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ വിശ്വസിക്കണം അല്ലേ? എന്നെ വിശ്വാസം അല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് നടത്തിക്കോ. ഞാൻ ഒഴിഞ്ഞു തരാം. അങ്ങനെ ഒഴിയുന്നതിന് മുമ്പ് ആ 1.5 കോടിക്കുള്ള മറുപടി എനിക്ക് കിട്ടണം. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാൻ പറയിക്കും. ഹലോ, മിസ്റ്റർ മാധവൻ നായരല്ലേ? എന്താ സാർ ആ 50 ലക്ഷത്തിന്റെ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞിട്ട്? മാനേജർ ബേജാറാവണ്ട. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. 50 ലക്ഷത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ. സാറിന് ആ തുക നിസ്സാരമായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. എത്രയും പെട്ടെന്ന് തുക അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജപ്തി നടപടികൾ തുടങ്ങേണ്ടി വരും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിക്കും തനിക്ക് മനസ്സിലായോ? എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇത് സ്കട്ട് മിസൈല തകർക്കും. പക്ഷെ കോടതിയിൽ എന്ത് കാരണം പറയും? ആ ഭാഗം എനിക്ക് വിട്ടേരെ. തൊട്ടാ ഷോക്കടിക്കുന്ന ഒരു സാധനം ഞാൻ ഒപ്പിച്ചോളാം. പക്ഷെ സീത ചേച്ചിയെ ഒന്ന് സമ്മതിപ്പിക്കണം. അതാ പാട്. ആദ്യം കേൾക്കുമ്പോ ആരും ഒന്ന് ഞെട്ടും. ഇത്തിരി മനുഷ്യ പറ്റില്ലാത്ത പണിയാ. ഒരറവുകാരന്റെ നിസ്സംഗതയോടെ ഇത് ചെയ്യണം. അതാ വിഷമം. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. ഇതുപോലൊരു പാതകം ചെയ്യാൻ ഇതിലും നല്ലൊരു ദിവസം വേറെ കിട്ടുമോ മാധവൻ നായർ സാറേ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്ത് വന്നാലും ഞാനത് ഒപ്പിടില്ല.
എന്റെ സീതയെ എല്ലാം നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ ഈ പറയണേ. ഈ പെറ്റീഷനിൽ നീ ഒപ്പിടണം. കെട്ടിയതാലി ഊരിക്കൂടെ ചേട്ടാ, ദോഷ. നമ്മളത് കുടജാതിരി പൂജിച്ചതാ. അത് സാരല്ല, നമുക്കൊരു അത്യാവശ്യത്തിന് വേണ്ടിയല്ലേ, ദേവി പൊറുക്കും. ചേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ മനസ്സിലാക്കി തരാം. ഒരു വിവാഹ മോചനം, സിമ്പിൾ ഡൈവേഴ്സ്. നീ വിഷമിക്കണ്ട, വെറുതെ ഡൈവേഴ്സ് ചെയ്യുകയല്ല. എന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിൽ ഇഷ്ടദാനം എഴുതി വെച്ചു കഴിഞ്ഞു. ദാ പ്രമാണം. ചേട്ടനില്ലാതെ എനിക്ക് എന്തിനാ ഈ സ്വത്ത്? ചേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? അതൊന്നും ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ നാളെ തന്നെ ജോയിന്റ് പെറ്റീഷൻ കൊടുക്കും ഡൈവേഴ്സ് കിട്ടാൻ. എന്ത് കാരണം പറഞ്ഞ ഈ ഡൈവോഴ്സ്? ശോ, അതിന്റെ കാരണത്തിനുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ വക്കീൽ ഒപ്പിച്ചോളും. ഹർജി കൊടുത്താൽ അപ്പ തന്നെ പിരിച്ചു തരാമെന്ന് അയാൾ ഏറ്റിരിക്കുക. ഇത് നാളെ തന്നെ ഫയൽ ചെയ്യണം. ഞാൻ ഒപ്പിട്ടു, നീയും കൂടി ഒപ്പിട്ടാ മതി. ഇല്ല, ഒപ്പിടില്ല. നീ ഇതിൽ ഒപ്പിട്ടില്ലെങ്കിൽ നമ്മുടെ സ്വത്ത് മുഴുവൻ ബാങ്കുകാരും കടക്കാരും വന്ന് കൊണ്ടുപോകും. കമ്പനിയുടെ കടബാധ്യത 2 കോടിയാ. അതിൽ 1 കോടിക്ക് ഞാൻ സമാധാനം പറഞ്ഞേ പറ്റൂ. എന്നാലും വേണ്ടില്ല, ഞാൻ ഇതിന് കൂട്ടി നിൽക്കില്ല. എങ്കിലിത് സംഭവിക്കും. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ കടക്കാർ വന്ന് കൊണ്ടുപോകും. പ്രായമായ മോളുടെ കൈയും പിടിച്ച് നമ്മൾ തെരുവിലിറങ്ങും. വല്ല വാടക വീട്ടിലോ കടത്തിണ്ണയിലോ അന്തി ഉറങ്ങാം. ജീവിതം മുഴുവൻ പട്ടിണിയിലാവും. മോളെ ഏതെങ്കിലും ഒരു നിർധനന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടി വരും. നമ്മുടെ മോളെ ഇങ്ങനെ വഴിയാധാരമാക്കാനാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്?